ഇതിവിടുന്ന് ഇളക്കി നമുക്ക് മാമിനെ ഏൽപ്പിക്കാം. മാമിന്റെ റൂമിൽ സേഫ് ആയിരിക്കും. അതെ, എന്നാ പിന്നെ ഇത് ഇളക്ക്, നമുക്ക് മാമിനെ ഏൽപ്പിക്കാം. അതേനു, അത് വേഗം ഇളക്ക്, ഇളക്കിക്കളാ. അനു, നീ ഇങ്ങനെ ചെയ്യല്ലേ. റീന മാം കണ്ട പ്രശ്നവും. മാമാ അച്ഛനെ കൊണ്ട് ഇത് സ്ഥാപിച്ചത്. ഇതിവിടെ നിന്ന് ഇളക്കി മാമിനെ ഏൽപ്പിക്കുന്നത് മാമിന് നമ്മളോട് ദേഷ്യം ഉണ്ടാക്കും. നീ അത് ചെയ്യല്ലേ. എന്നാ പിന്നെ അത് ചെയ്യണ്ടനു. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. വാ, നമുക്ക് പോവാം. വാ. വൃന്ദേ, അനു, മേഘേ, ഷൈനി, കിരണേ, അത് ഇളക്കി മാറ്റാതെ എനിക്ക് നിങ്ങളുടെ പഴയ ആരവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാവില്ല. എന്നാലും ആ ന്യൂസ് പേപ്പർ എങ്ങനെയാ സഞ്ചരിച്ചത്? ന്യൂസ് പേപ്പർ ആരെങ്കിലും നൂലി കെട്ടിക്കൊണ്ടുപോയതാണോ? അതെന്താന്ന് പിടികിട്ടണില്ലല്ലോ. ഇവിടെ ഇനി എന്തൊക്കെ നടക്കുന്ന ആർക്കറിയാം. നല്ല വിശപ്പാണല്ലോ, എന്തെങ്കിലും കഴിക്കാം. അമ്പിളി, നീ അറിഞ്ഞോ? എന്താ? ഞാൻ ഇന്നലെ ഒരു കാഴ്ച കണ്ടു. പറഞ്ഞാ നീ വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. എന്നാലും നീ അറിഞ്ഞിരിക്കേണ്ടതാ. ഇവിടെ തനിയെ ചില സാധനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. എന്ത് സാധനം? ഞാനിവിടെ കൊണ്ടുവച്ച പഴമൊക്കെ നീ എടുത്തു തിന്നോ? പഴോ? ഞാനതൊന്നും എടുത്തില്ല. ഇവിടെ ഇപ്പൊ നീയും ഞാനും അല്ലാതെ വേറെ ആരുമില്ലല്ലോ. നിങ്ങള് മാത്രമല്ല, ഞാനും ഉണ്ട്. സത്യം പറയടി, നീയല്ലേ ഈ പഴമൊക്കെ എടുത്ത് കട്ട് തിന്നത്? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. വഴക്ക് വേണ്ട ചെറുത്തി, അവരല്ല, ഞാനാ കഴിച്ചേ. നീ തന്നെ പഴം കട്ട് തിന്ന്. നിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എന്നെ അപമാനിച്ചാ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും. പഴമൊക്കെ കട്ട് തിന്നിട്ട് കള്ളം പറയുന്നോടി. കട്ട് തിന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്കേ തലയ്ക്കൊന്ന് തകരാറുണ്ട്, പോയി ഡോക്ടറെ കാണിക്കും. കട്ട് തിന്നിട്ട് സ്വയം വിളിപ്പിക്കാൻ നാണല്ലേടി നിനക്ക്? ഇതെന്താ? ഇതെന്താ ഇവിടെ നടക്കണേ? ആ പപ്പടം എവിടെ? ഇവിടെ നിന്ന് ആരാ പപ്പടം കഴിച്ചേ? ഞാനാ ചെറുത്തി, ക്ഷമിച്ചേരേ. പോട്ടെ, വിട്ടുകളാ. ആരെങ്കിലും എന്നെ തൊട്ടായിരുന്നോ? എന്താ ഇവിടെ സംഭവിച്ചത്? ഈ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ, എന്റെ കർത്താവേ, ഇവിടെ എന്തൊക്കെയാ നടക്കണേ? സത്യം കാണിച്ചു തരണേ. ഇതെന്താ? ശടാ, മുറി എല്ലാം അലങ്കോലായി കിടക്കാണല്ലോ. പാവം വൃന്ദ, അവള് വന്ന് ഇതെല്ലാം തനിയെ ചെയ്യേണ്ടി വരും. എന്തായാലും എല്ലാം വൃത്തിയാക്കിയിടാം. വൃന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും.